നമസ്കാരം. ഇ-കൊമേഴ്സിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സൗമ്യ. എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണുക. ഇന്നത്തെ ടോപ്പിക് ക്യാപ്പബിലിറ്റി റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ-കൊമേഴ്സ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ക്ലിയർ ലോഗോ. A clear and remarkable logo is a business card for both startup shops and branded stores. When it comes to online shopping, a recognizable logo is a reassuring symbol and an element of trust of the company or organization. The more popular brands can afford to create an online store with a fashionable homepage displaying minimum features. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ് ലോഗോ ഡിസൈനിങ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്സും ബ്രാൻഡഡ് കമ്പനീസും അവരുടെ ബ്രാൻഡിന് സ്യൂട്ടായിട്ടുള്ള ലോഗോസാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഓർഗനൈസേഷൻ്റെ എംബ്ലം നോക്കിയിട്ട് പിന്നെ ആ പ്രോഡക്റ്റിനെ ചൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഒരുപാടാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഈ ലോഗോ ഡിസൈനിങ് 3 തരത്തിലാണ് ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ അവർ ഫ്രീലാൻസേഴ്സിനെ ഏൽപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അതോറിറ്റീനെ ഏൽപ്പിക്കും, അതും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് സംഘടിപ്പിച്ചിട്ട് ലോഗോ ഡിസൈനിങ് പോലെയുള്ള കോണ്ടെക്സ്റ്റ് സംഘടിപ്പിച്ചിട്ട് അവരുടെ പ്രോഡക്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലോഗോ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ മേജർ കസ്റ്റമേഴ്സും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ ഷോപ്പിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ്, അഡീഷണൽ ഉപകരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചൂസ് ചെയ്തിട്ടായിരിക്കും ഓരോ ഓൺലൈൻ ഷോപ്പിനെയും വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതും ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും ഓരോ പ്രൊഡക്റ്റും വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഫ്രീ ബീസ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Some are attracted by free shipping, some by the major markdowns, but almost everybody is interested in one kind of promo or another. Thus, discounts and special deals are usually the first thing that website visitors look for. നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നത് പോലെ തന്നെ ഡിസ്കൗണ്ട് ഉണ്ടോ, സ്പെഷ്യൽ ഡീൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെയായിരിക്കും ഓരോ സൈറ്റും വിസിറ്റ് ചെയ്യുന്നത്. Latest news and most popular products. When there are news, a sale period or upcoming events that buyers should know about the product, the homepage is the best place to house them. Do not make it too hard for buyers to find exclusive deals and hot prices. Moreover, recurring customers will more likely look through several new items on sale rather than spend half an hour browsing through the full inventory for something new and trendy. അതായത് പുതിയ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി ലോഞ്ച് ചെയ്യുകയാണ്, അല്ല ബ്രാൻഡഡ് കമ്പനിയുടെ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഹോം പേജിൽ തന്നെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. കാരണം ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലൊന്നും സെർച്ച് ചെയ്യാൻ നിൽക്കില്ല. ഒരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് കാണുന്നത് ഹോം പേജ് തന്നെയാണ്. അപ്പോൾ ആ ഹോം പേജിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് അത് കാണാൻ പറ്റുകയും അത് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഒരു കസ്റ്റമർ ഒരിക്കലും കുറേ നേരം ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കില്ല. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ള ആ കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്. ഫോർത്ത് വൺ, ബ്രാൻഡ് പ്രോഡക്ട്സ്. ഇഫ് യു ഹാവ് ബ്രാൻഡഡ് ഗുഡ്സ് ഓൺ സെയിൽ ദെൻ ഡിസ്പ്ലേ ദം അപ്ഫ്രണ്ട്. നമ്മളൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത് പ്ലേസ് ചെയ്യാം. ഏറ്റവും മുൻനിരയിൽ തന്നെ അത് പ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ ഗ്രേറ്റ് അറ്റൻഷൻ ഗ്രാബർ, എസ്പെഷ്യലി വിത്ത് ഫസ്റ്റ് ടൈം വിസിറ്റേഴ്സ് ഹു ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ദേ ആർ ലുക്കിംഗ് ഫോർ. നമ്മൾ കസ്റ്റമേഴ്സിന് 2 തരത്തിലുള്ള ആൾക്കാരാണുള്ളത് കസ്റ്റമേഴ്സിൻ്റെ കൂട്ടത്തിൽ. ഒരു കൂട്ടർക്ക് അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരുടെ പ്രോഡക്റ്റ് എന്തായിരിക്കണം, എങ്ങനെയാണത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണയുള്ളവരായിരിക്കും. പക്ഷേ ചില കൂട്ടർ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം, പക്ഷേ എങ്ങനെയാണ് അത് സെർച്ച് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഫസ്റ്റ് കാണുന്ന പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ബ്രാൻഡഡ് പ്രോഡക്റ്റ് നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവരത് വാങ്ങിക്കുകയും അതിൻ്റെ ഗുണമേന്മ കണ്ടുകൊണ്ട് വീണ്ടും അത് ഓർഡർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്.
Moreover, there are many large retailers which provide an opportunity to shop by brands. റീറ്റെയിലേഴ്സും ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ബ്രാൻഡഡ് പ്രോഡക്റ്റ് തന്നെയാണ്. ഫിഫ്ത്ത് വൺ, ഷോപ്പിംഗ് കാർട്ട്, ലോഗിൻ ബോക്സ് ആൻഡ് സെർച്ച് ബോക്സ്. ഈ 3 ടേംസ് നമുക്ക് സുപരിചിതമായ ടേംസ് തന്നെയാണ് അല്ലേ. The shopping cart, login box and search box features are usually placed together at every e-commerce site. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആമസോൺ നോക്കിക്കഴിഞ്ഞാലും ഫ്ലിപ്കാർട്ട് നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ അടുത്തടുത്ത് നമുക്ക് കാണാൻ പറ്റും. It's almost impossible to imagine a store without a shopping cart function included. The most popular shopping cart icon is a simple basket, so it makes sense to choose something similar for your site. നമ്മൾ സൈറ്റ് ഉണ്ടാക്കുവാണ്, ഇ കൊമേഴ്സിന് വേണ്ടിയിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കുവാണ്, നമ്മുടെ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടൊരു സൈറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഷോപ്പിംഗ് കാർട്ടിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ബക്കറ്റോ അങ്ങനെയുള്ള ഐക്കൺസ് തന്നെ ആയിരിക്കണം. ബിക്കോസ് സാധാരണക്കാരന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. 6th one, payment systems icons. E-commerce websites deal with many customers from all over the world and they each have their own preferred payment system. Moreover, there may be technical limitations to a payment method or option, and that's why it would be better to clarify payment options in advance. For instance, some e-commerce websites don't accept international credit cards. Others require the customer billing address and the delivery address to be in the same country as the official store's location. ഇത് പറയുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഷോപ്പിംഗ് ആരംഭിച്ചതോടുകൂടിയാണ് ഇ കൊമേഴ്സ് പേയ്മെൻറ്റ് സിസ്റ്റം ഇത്രയും വളരെയധികം പോപ്പുലർ ആയത്. ഇതിൽ മെയിനായിട്ടുള്ളത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് ബേസ്ഡ് ഷോപ്പിംഗ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡ്സ് കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇ കൊമേഴ്സ് സൈറ്റിൻ്റെ പ്രത്യേകത തന്നെ ഓരോ സൈറ്റിനും ഓരോ പേയ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ടെക്നിക്കൽ ഇഷ്യൂസ് ഒഴിവാക്കുന്നതിനായിട്ട് ഓരോ സൈറ്റും അവരുടെ പേയ്മെൻറ്റ് സിസ്റ്റം തങ്ങളുടെ കസ്റ്റമേഴ്സിന് വ്യക്തമാക്കി കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില സൈറ്റ്സ് ഇൻ്റർനാഷണൽ കാർഡ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. മറ്റു ചില സൈറ്റ്സ് പറയും ഓർഡറിങ് ലൊക്കേഷനും ബില്ലിംഗ് ലൊക്കേഷനും എല്ലാം സെയിം ആവണമെന്ന്. സോ ഇത് ഒഴിവാക്കാൻ ഓരോ സൈറ്റും സെപ്പറേറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരികയും കസ്റ്റമേഴ്സിനത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യണം. എങ്കിലേ സെയിൽസ് കൂടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അത്രയും എളുപ്പമായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സെയിം സൈറ്റ് തന്നെ അവർ യൂസ് ചെയ്യും. അവരുടെ സെയിൽസ് സൈറ്റിൻ്റെ സെയിൽ കൂടുകയും ചെയ്യും. 7th one, social media links. It's said that almost 20% of online purchases are accomplished after surfing through social media sites. People are inclined to take in public opinion. Social media websites such as Facebook and Twitter are the best, if not fastest source to get the info you need on just about everything. നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ട്വിറ്റർ ആയാലും നമ്മൾ ഡെയിലി ഇതിലേതെങ്കിലും ഒന്നെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇ കൊമേഴ്സ് ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ സോഷ്യൽ മീഡിയ ലിങ്ക് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുക വഴി അവർ കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രോഡക്റ്റ്, ഈ വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏകദേശം ഒരു ഐഡിയ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുകയും അതിൻ്റെ സെയിൽ നടക്കുകയും ചെയ്യുന്നു. Ninth one, store finder. A store finder tab is must-have option for web stores that have several local or international retailers. Many conservative customers who prefer to check out the actual store itself may visit the website but only to find the nearest shop location or branch. നമ്മൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റിനകത്ത്, ഇ കൊമേഴ്സ് സൈറ്റിനകത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം സ്റ്റോർ ഫൈൻഡർ അല്ലെങ്കിൽ സ്റ്റോർ ലൊക്കേറ്ററാണ്. ഇത് ചെയ്യുന്നത് നമ്മുടെ ആക്ച്വൽ ഷോപ്പ് എവിടെയാണെന്ന് ഒരു കസ്റ്റമറിനെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു എംപ്ലോയീനെ നമ്മൾ ഷോപ്പിൽ വെക്കുന്നതിന് പകരം
വെബ്സൈറ്റിൽ സ്റ്റോർ ഫൈൻഡർ എന്നൊരു സംവിധാനം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് നമ്മുടെ ഷോപ്പിലേക്കുള്ള ആ ഒരു റൂട്ട് കറക്റ്റായിട്ട് ആ ഒരു കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. 10th one, trust marks. Trust marks are small images or logos that show a security guarantee by an external party indicating that it is safe to shop on the site. ഒരു പ്രോഡക്റ്റ് നമ്മളൊരു സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പം ആ പർട്ടിക്കുലർ സൈറ്റ് ഒരു സെക്യൂർഡ് ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ലോഗോസോ ഇമേജസോ എല്ലാമാണ് ട്രസ്റ്റ് മാർക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Such accreditation certificates give customers a sense of security and gives them confidence in sharing their private information. അപ്പോൾ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സേഫ് ആയിരിക്കണം നമ്മുടെ ഓരോ പർച്ചേസിങ്ങും. ആ ഒരു ബോധം ഓരോ കസ്റ്റമറിന് ഉണ്ടാക്കാനുള്ള ലോഗോസോ അല്ലെങ്കിൽ ഇമേജസോ ആയിരിക്കും ട്രസ്റ്റ് മാർക്ക്. Visitor would be more inclined to make a purchase if they know that their payment details are safe from prying eyes. അപ്പോൾ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മണി നഷ്ടമാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റ്സ്, വെബ്സൈറ്റ്, ഇ-കൊമേഴ്സ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എംബ്ലമാണ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ലോഗോസാണ് ട്രസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറിക്ക് പിന്നിലും കുറേയധികം സ്ട്രഗിൾസിൻ്റെയും കുറേയധികം ഡിഫിക്കൽട്ടീസിൻ്റെയും ഫെയിലിയേഴ്സിൻ്റെയും കഥ പറയാനുണ്ടാവും. അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനും അവൻ അനുഭവിച്ച സ്ട്രഗിൾസിൻ്റെയും അവൻ അനുഭവിച്ച ഡിഫിക്കൽട്ടീസിൻ്റെയും അത് സമൂഹത്തിലായാലും ടെക്നോളജിക്കലായാലും ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നിലുണ്ടാവും. അപ്പം അത്തരം കുറച്ച് ടെക്നോളജിക്കൽ ഇഷ്യൂസാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one, server issues. When using external web hosting, the hosting company's servers may experience downtime. When the servers are down, your site is down, and when your site is down, you can't make sales, which translate into profit loss. To reduce the risk of server issues, choose a hosting company with backup servers and make sure it guarantees at least 99.5% uptime for its regular servers. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു ടേം പറയുന്നുണ്ട്, വെബ് ഹോസ്റ്റിംഗ്. അപ്പോൾ എന്താണ് വെബ് ഹോസ്റ്റിംഗ്? ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ അവർ തുടങ്ങാനിരിക്കുന്ന ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കുമല്ലോ, ആ വെബ്സൈറ്റ് ഇൻ്റർനെറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വെബ് ഹോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനീസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോസ്റ്റിഞ്ചർ, ഹോസ്റ്റിസോ, ഗ്രീൻ ഗീക്സ്, ഇങ്ങനെയുള്ള കമ്പനീസ് വെബ് ഹോസ്റ്റിങ്ങിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കമ്പനി. അവർ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വെബ് ഹോസ്റ്റിംഗ് ആണ്. ഇങ്ങനെയുള്ള സൈറ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പം ഇങ്ങനെ സൈറ്റ് മാനേജ് ചെയ്യാൻ അവർക്ക് സർട്ടൈൻ സെർവേഴ്സ് ആവശ്യമുണ്ട്. ഈ സെർവേഴ്സാണ് ഓരോ സൈറ്റിനെയും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെർവറിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട്, സെർവറിൻ്റെ ബാക്കപ്പ് അനുസരിച്ചിട്ട്, അതിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോ സൈറ്റിൻ്റെയും സ്പീഡ് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റ റിട്രീവ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടും ഇരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സൈറ്റിന് വേണ്ടി ചൂസ് ചെയ്യുന്ന ഹോസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. അതുപോലെ തന്നെ 99.5% അപ്പ് ടൈമും നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരണം. അങ്ങനെയുള്ള സെർവേഴ്സുള്ള ഹോസ്റ്റിംഗ് കമ്പനീസിനെ മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സെർവർ ഇഷ്യൂസ്, സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് റീച്ച് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നല്ല നല്ല കമ്പനീസിനെ മാത്രം നമ്മുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തുക. സെക്കൻഡ് വൺ, ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസ്. വാട്ട് ഈസ് ബാൻഡ്വിഡ്ത്ത്? It is nothing but the amount of data transfer through a particular channel at a specific time. ഒരു പർട്ടിക്കുലർ ടൈം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിന് പാസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് ഡാറ്റയാണ് ബാൻഡ്വിഡ്ത്ത്. ഈ ബിസിനസ്സിൻ്റെ കേസിൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റും
അതിനെ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സും തമ്മിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഡാറ്റ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സ്റ്റാർട്ടപ്പാണ് നമ്മൾ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ എപ്പോഴാണോ നമ്മുടെ സ്റ്റാർട്ടപ്പ് വളർന്ന് ഹ്യൂജ് കമ്പനി ആവുന്നത് ആ സമയത്ത് നമ്മുടെ ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സാഹചര്യത്തിനെയും മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സെർവേഴ്സ് ആയിരിക്കണം നമ്മൾ കമ്പനീസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു ഡെഡിക്കേറ്റഡ് സെർവർ, നമ്മുടെ ഓൺ സെർവർ നമ്മുടെ സൈറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിലാണ് ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസ് ഉണ്ടാവുക. ആ റേഞ്ചിൽ വേരിയേഷൻ വരുമ്പോഴാണ് ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. തേർഡ് വൺ, സെക്യൂരിറ്റി ഇഷ്യൂസ്. ഒരു ഓർഗനൈസേഷൻ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എപ്പോഴും ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഡാറ്റാബേസ് ആയിരിക്കും ഹാക്കേഴ്സ് എപ്പോഴും ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. കസ്റ്റമേഴ്സ് അവരുടെ പേഴ്സണൽ ഡാറ്റാസ് ഒരു ഓർഗനൈസേഷനിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ അത്രത്തോളം ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം. അതായത് നമ്മൾ നേരത്തെ ട്രേഡ് മാർക്ക്, ലോഗോസ് ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലും മാത്രമേ അല്ലെങ്കിൽ സൈറ്റിലും മാത്രമേ നമ്മൾ പർച്ചേസിങ് നടത്താൻ പാടുള്ളൂ. നമ്മുടെ സൈറ്റ് നമുക്ക് സെക്യൂർ സൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ, ഹാക്കേഴ്സിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിന് ഒരു സെക്യൂർ സോക്കറ്റ് ലെയർ പർച്ചേസ് ചെയ്ത് വെക്കുക. എങ്കിലും മാത്രമേ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാനും സേഫായിട്ട് സ്റ്റോർ ചെയ്യാനും പറ്റുള്ളൂ.